Look. കടൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. അനുരാഗഗാനം പോലെ ഒഴുകുന്ന താഴം പൂമണമിത് നാമിന്നും പറയാതെയോർത്തിടും അനുരാഗഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിതാ ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കും കടൽ പെറ്റൊരേ മുത്തു ഞാനെടുക്കും കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. ഒരു നാടൻ പാട്ടായിതാ ഒരു നാടൻ പ്രേമത്തിന്റെ നിലയ്ക്കാത്ത പാട്ടായിതാ കടൽ തീരയാടും നീ മണലിൽ കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ.
an extraordinary performance, Ajal. Incredible. മോനെ എങ്ങനെ അത്ര മനോഹരമായിട്ട് പാടി. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി ജഡ്ജസിന് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം അല്ലേ അജൽ? ഓക്കെ, I'll start with വിജേട്ടാ. അജൽ സൂപ്പറായിട്ട് പാടി കേട്ടോ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് മോന്റെ എക്സ്പ്രഷനും ഫീലും ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു അൺകമ്പയറബിൾ ആണ്. അത് അനുകരണീയമാണെന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. കുട്ടികൾ അത് കേട്ട് പഠിക്കണം. ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഓരോ തമാശകൾ മാത്രമല്ല, നമ്മളുടെ എന്തൊക്കെ നമുക്ക് അറിഞ്ഞോ അറിയാതെ നമുക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ആണ് ഇത്തരം ഒരു വേദികളിൽ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്കും കിട്ടുന്നുണ്ടാവും നിങ്ങളുടെ ഇന്ന് പലതും. അപ്പോൾ വളരെ മനോഹരമായിട്ട് പാടി മോനെ. കാരണം ഇപ്പൊ ഈ ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടിൽ ONV സാറും സലിൽ ചൗധരി എന്ന് പറയുന്ന ബംഗാളി മ്യൂസീഷ്യനും ചേർന്ന് ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട്, മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അതിൽ അത്തരമൊരു കോമ്പിനേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപക്ഷെ സാഗരമേ ശാന്തമാക നീയോ അല്ലെങ്കിൽ ഒരു മുഖം മാത്രം കണ്ണിലൊക്കെ ആയിരിക്കും. പക്ഷെ താരതമ്യേന പുതിയ സിനിമയായിട്ടുള്ള ജയരാജിന്റെ തുമ്പോളി കടപ്പുറം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് പാടിയത്. അതിന് നല്ല സെലക്ഷനാണിത്. കാരണം ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ മടിക്കുന്ന പാട്ടായിരിക്കും ഇത്. അത് സെലക്ട് ചെയ്തതിന് അനൂപിന് പ്രത്യേകം അഭിനന്ദനമുണ്ട്. പിന്നെ ഇത് വളരെ സുഗമമായിട്ട് പോകുന്ന ഒരു പാട്ടാണ്. കുറച്ചൊരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ പോകുന്ന അതിന്റെ എന്താ പറയാ തീർപ്പുകളും തബലയുടെ പാറ്റേൺസും ഒക്കെ പോകുന്ന രീതിയിൽ അങ്ങനെയാണ്. അതിന്റെ ഒരു ഗസലിന്റെ ഒരു ഛായയുണ്ട്, തിരിച്ച് പല്ലവിയിലേക്ക് കണക്ഷൻ വരുന്നതും ഒക്കെ. അതൊക്കെ മനോഹരമായിട്ട് പാടി. അസാധ്യമായിട്ട് ഓർക്കസ്ട്രയും പെർഫോം ചെയ്തു, പ്രത്യേകിച്ച് തബല പ്ലേയേഴ്സ് ആൻഡ് ഫ്ലൂട്ട്. രാജേഷ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കേരള, ഐ ബിലീവ്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. രാജേഷ്, ഇവിടെ ഇരുന്ന് ബിജിച്ചേട്ടൻ പറയായിരുന്നു നമ്മുടെ കേരളത്തിലെ തന്നെ 1-2 പേരുടെ പേര്, 2-3 പേരുടെ ഒരു മെയിൻ ഫ്ലൂട്ടിസ്റ്റ് ആൾക്കാരുടെ പേര് പറഞ്ഞതിന്റെ കൂട്ടത്തില് ഏകദേശം 1ാം സ്ഥാനം 2ാം സ്ഥാനമായിട്ട് രാജേഷ് അങ്ങോട്ട് ആര് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ഇപ്പോ. പക്ഷെ ഞാൻ ഓർത്ത് രാജേഷ് പിന്നെ ഒത്തിരി ഫിലിം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലേ? ലൈവ് കൂടുതൽ ചെയ്യുന്നു. ബിജേട്ടന്റെ ഇനി തൊട്ടുള്ള എല്ലാ വർക്കിലും മിക്കവാറും രാജേഷ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോനെ അജൽ, സമ്മതിച്ചിരിക്കുന്നു മോനെ. ശരിക്കും ഒരുപാട് മോനിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായി. കാരണം ഒരു പാട്ട്, ഈ പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ ഒരുപാട് തുറക്കാണ്ട് അതിന്റെ ഫീൽ ഉൾക്കൊണ്ട് കാതിൽ തേൻ മഴയായി പാടു കാറ്റ് ഒരു ഇത് സുഖമായിട്ട് മോൻ പാടിയത്. അതിന് വാക്കുകളില്ല. ബിജേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്താ, ഓരോ കുട്ടികളും ഒരുപക്ഷെ അജനിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഓരോരുത്തർക്കും ഓരോ പ്ലസ് പോയിന്റ് ആയിരിക്കും. അജലിന് ഫീൽ ആണെങ്കിൽ മറ്റേ ആൾക്ക് വേറെ രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന കാര്യം, കണ്ടുപിടിക്കാൻ തോന്നുന്ന കാര്യം തീർച്ചയായിട്ടും അങ്ങോട്ട് നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൂട്ടായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും. ഈ പാട്ട് എടുക്കാൻ എല്ലാവരും മടിക്കും. കാരണം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. കാരണം അതിൻ്റെ അകത്ത് ചില തിങ്സ് ഒക്കെ അത് ലാസ്റ്റ് മാത്രം ഇച്ചിരി ഒന്ന് സ്ലിപ്പായി പോയുള്ളൂ. ബാക്കി ആ തേൻമഴ, പിന്നെന്താ പറയാ, ഒരു പ്രാവശ്യം മാത്രം കാതിൽ തേൻ ഇച്ചിരി അങ്ങോട്ടൊരു കൂടിപ്പോയോ. അതല്ലാണ്ട് ഇതിൽ കൂടുതൽ ഈ പ്രായത്തില് ഇതിൽ ബെസ്റ്റ് ആയിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അസാധ്യമായിട്ട് പാടി കേട്ടോ. അജൽ, സലീൽ ചൗധരി ONV ഗ്രൂപ്പ് എന്ന ഗ്രേറ്റ് കോമ്പിനേഷൻ, മലയാളത്തിന്റെ ആ ഒരു ഗ്രേറ്റ് കോമ്പിനേഷൻ ഒരിക്കൽ കൂടി പ്രണാമം. അജലിന്റെ സിംഗിങ് എക്സലന്റ് ആസ് ഓൾവേസ്, വേറെ ഒന്നും തന്നെ പറയാനില്ല. വെരി വെരി ഗുഡ് മോനെ. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും ഞങ്ങളായാലും മോനോട് പറയേണ്ട ഒരു കാര്യം, അതായത് കുറെ പേർ 2 ആംഗിളിൽ ഈ പാട്ടിന് വേണമെങ്കിൽ വ്യൂ ചെയ്യാം മോനെ. ഒന്ന്, വല്ലാതെ സീരിയസ് കോമ്പറ്റീഷൻ പെർസ്പെക്റ്റീവിൽ എടുത്ത് മോൻ പാടിയ പാട്ടിൽ ആ പാടും എന്ന് പറഞ്ഞ സംഗതി ഒരു സ്ഥലത്തും ശരിയായില്ല. അല്ലെങ്കിൽ ഈ തേൻ, റിമി പറഞ്ഞ രീതിയാണ്, ഐ വിൽ അഗ്രി വിത്ത് റിമി. ബിക്കോസ് ആ തേൻ എന്ന് പറഞ്ഞത് ഒരു കുറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇതിലുള്ളൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ 4 തെറ്റുകളെ മറികടക്കുന്ന രീതിയിലായിരുന്നു മോന്റെ സിംഗിങ്. അതിന്റെ മെറിറ്റിനാണ് എപ്പോഴും ഫസ്റ്റ് പ്ലേസ് കൊടുക്കേണ്ടത്. ആര് പാടിയാലും, എത്ര വലിയ ഗായകൻ പാടിയാലും ലൈവിൽ തെറ്റുകൾ ഉണ്ടാവും. ബിക്കോസ്
ഓൾ ഓഫ് us ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ആ ഒരു ചെറിയ ഫോൾസ് ഒക്കെ മറികടന്നുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യിക്കാതെ മോൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് പാടി അതിന്റെ വികാരം അല്ലെങ്കിൽ അതിന്റെ ഇമോഷൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനൊരു മത്സരത്തിന്റെ ആംഗിളിൽ കണ്ട് കുറ്റങ്ങൾ മാത്രം പറയാതെ യു ഡെഫിനറ്റ്ലി ഡിസേർവ് എ വെരി ഗുഡ് അപ്ലോസ് ഫോർ ദാറ്റ്. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ പാടി ഈ പാട്ട്. പറഞ്ഞു വന്നതിന്റെ കാര്യത്തിലേ ഉള്ളൂ, ഇതിൽ കുറ്റം കണ്ടുപിടിക്കുന്നത് ന്യായമല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, എ വെരി ടഫ് സോങ് ടു സിംഗ്. അത്ര അതിന്റെ ഫീലോടുകൂടി മോൻ പാടി. ഓൾ ദ ബെസ്റ്റ് മോനെ. ഗോഡ് ബ്ലെസ് യു. അജലിനെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, നമ്മൾ കമന്റ്സ് പറയുമ്പോഴൊക്കെ നമ്മളെ ഒരു സംശയത്തിലാണ് നോക്കുന്നത്, ഇതൊക്കെ ശരിയാണോ, ഞാൻ തന്നെയാണോ ഇതൊക്കെ പാടുന്നത്? അത് സത്യമാണ്. കാരണം മോനെ അറിയുന്നില്ല ഈ ഫീൽ എന്നൊക്കെ പറയുന്ന ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. മോൻ പാടുമ്പോ ആ പാട്ട് ഇത്ര ഭംഗിയായി പോകുന്നു, ഇതൊക്കെ ഇവര് പറയുന്നത്രയൊക്കെ സത്യം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മളെ നോക്കുന്നത്. അതെ നോക്കിയേ, സത്യമാണ് കേട്ടാ. അജലിന്റെ അച്ഛനമ്മയും പാടുവോ? ചെറുതായിട്ട് പാടും. അനിയനോ? അനിയൻ തബലയെ വായിക്കും. ആഹാ. അനിയന്റെ പേര്? ആനന്ദ്. आनंद हुसैन जी. अरे आनंद हुसैन जी आइए बैठिए स्टेज पर उधर, आइए तबला बैठिए. निकाल कर प्ले कीजिए. वाह आनंद जी वाह. വാഹ് ആനന്ദ് ജി വരുന്ന ആരും കണ്ടില്ലെന്ന് തോന്നുന്നു, കൈയടിച്ചേ. ആനന്ദ് എത്ര വർഷമായി തബല പഠിക്കുന്നു? 2 വർഷമായി. ആനന്ദ് ഈ പുള്ളിയാട്ടെ എപ്പൊ ഞാൻ വേറെ വേറെ ഡ്രസ് ഇടുമ്പോൾ ആ ഇരുട്ടത്തോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ നീ ഇരുട്ടത്തെടുക്കുന്ന ഫോട്ടോയൊക്കെ കിട്ടുവോ? പിന്നെ കിട്ടും ചേച്ചി കിട്ടും. അപ്പൊ ആനന്ദ് തബല വായിക്കും, അജല് പാടും. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കും നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. ആനന്ദ് ഹായ്, കലക്കി കളഞ്ഞു. താങ്ക് യു. ഇപ്പം പഠിക്കുന്നില്ലേ? ഇല്ല, എന്താ? സാറ് വരുന്നില്ല. സാറ് വരുന്നില്ലേ? നിങ്ങൾ രണ്ടാളും ഓടിച്ചു വിട്ടോ സാറിനെ? അല്ല, സാറിന് മതിയായതാണോ? സാറ് ഭയങ്കര ഉഴപ്പനാണോ? എന്താണ് സംഭവം? ഉഴപ്പന. അയ്യോ. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ആരോഗ്യമൊക്കെ വെക്കാം. ഈ പ്രായത്തില് ആ ഒരു കുഞ്ഞു വിരലും വെച്ച് തബല വായിക്കാന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. 2 കൈയും കൽപ്പിച്ച് ആ താളത്തിന് ഒപ്പിച്ച് വായിച്ചു. കുറച്ചുകൂടെ നമുക്കൊന്നൊരു കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിട്ട് വായിക്കാം അല്ലെ? അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുത്തേ നമ്മുടെ അജലിന്റെ കാര്യം പിന്നെ പറയാനില്ല. അജലും നന്നായിട്ട് പാടി. എന്തായാലും താങ്ക് യു സോ മച്ച് ആനന്ദ്. ഇനിയും പഠിക്കണം, ഒരു ഉഴപ്പില്ലാത്തൊരു സാറിനെ കണ്ടുപിടിക്കണം. എല്ലാരും ഉഴപ്പന്മാരാണ്, എന്നാലും നമ്മളായിട്ട് കുറച്ച് മുൻകൈ എടുത്താലേ എന്തെങ്കിലും നടക്കുള്ളൂ കേട്ടോ. ശരി, അപ്പം താങ്ക് യു. അജൽ, ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ? എല്ലാം മറന്നുപോയില്ലേ? മറന്നുപോയോ? ഇല്ല. മാർക്സ് വേണ്ട? വേണം. അനു വേട്ടാ, അജലിന്റെ മാർക്സ്. അജൽ 28 out of 30 and style, attitude and performance 3.75 out of 4. താങ്ക് യു അനു വേട്ടാ. റിം ചേച്ചി? അജൽ 28.5, ഫീൽഡ് 3, 3-ൽ 3. താങ്ക് യു ചേച്ചി. വിചേട്ടാ? അജൽ 28 30 ആൻഡ് 3 മാർക്ക് എക്സ്പ്രഷൻ. താങ്ക് യു വിചേട്ടാ. Ajal, your total score is 94.25 on 100. അജൽ വന്നു കഴിഞ്ഞാലൊക്കെ 90 and above, അതും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത സ്കോർ ആയിരിക്കും. അജൽ, ഇനി 5th സ്റ്റേജിൽ എല്ലാ പെർഫോമൻസും കഴിഞ്ഞോ? ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ അതിലും ഇതേപോലെ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം. ഓൾ ദ ബെസ്റ്റ് അജൽ. താങ്ക് യു ചേച്ചി.